16ാം ധനകമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് മുന്നോടിയായുള്ള കൂടിക്കാഴ്ചയ്ക്കായി കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും കേരളത്തിലെത്തി. അരവിന്ദ് പനഗാരിയ ചെയർമാനായ ധനകാര്യ കമ്മീഷനാണ് 3 ദിവസത്തെ സന്ദർശനത്തിനായി എത്തിയത്. നെടുമ്പാശ്ശേരിയിൽ മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ നേതൃത്വത്തിൽ സംഘത്തെ സ്വീകരിച്ചു. ധനകാര്യ കമ്മീഷന് സമർപ്പിക്കാനായി സംസ്ഥാനം വിശദമായ മെമ്മറാണ്ടം തയ്യാറാക്കിയിട്ടുണ്ടെന്ന് മന്ത്രി അറിയിച്ചു. അർഹമായ ഗ്രാന്റുകൾ യഥാസമയം ലഭ്യമാക്കാനുള്ള നടപടികൾ സംബന്ധിച്ചും സംസ്ഥാനം ധനകാര്യ കമ്മീഷനെ ബോധ്യപ്പെടുത്തും. 3 മെമ്പർമാരുടെ 4 പേര് മറ്റ് അവരുടെ ഫൈനാൻസ് കമ്മീഷൻ സെക്രട്ടേറിയറ്റ് അവരെല്ലാം ഇന്നു മുതൽ 3 ദിവസം കേരളത്തിലെ വിസിറ്റിന് എത്തിയിട്ടുണ്ട്. 10-ാം തീയതി വളരെ വിപുലമായി നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തദ്ദേശ സ്വയംഭരണ മേഖലയുടെ പിന്നീട് അതിൻ്റെ സ്ഥാപനങ്ങളുടെ രാഷ്ട്രീയ പ്രതിനിധികളുടെ ട്രേഡ് ആൻഡ് കൊമേഴ്സ് തുടങ്ങിയവരുടെ എല്ലാം അഭിപ്രായങ്ങൾ കേൾക്കും, മെമ്മോറാണ്ടങ്ങൾ കൊടുക്കും. നമ്മൾ മെമ്മോറാണ്ടം അതിന് തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ കാര്യങ്ങൾ വെച്ച് പൊതുവായ കാര്യങ്ങൾ അത് കേട്ടതിന് ശേഷമാണ് ഫൈനലി ഈ കമ്മീഷനാണ് തീരുമാനിക്കുക. അത് ഭരണഘടനാപരമായുള്ള പ്രൊവിഷൻ അനുസരിച്ചാണ് ഈ വിവിധ സംസ്ഥാനങ്ങളിലെ കമ്മീഷനിൻ്റെ വിസിറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കേരളം ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ച് വളരെ വിശദമായി കാര്യങ്ങൾ പറയും. കേരളത്തിലെ പങ്കെടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ എല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചേർത്ത് പറയും. കേരളത്തിന് ഏറ്റവും അർഹമായി കിട്ടേണ്ടത് കേരളത്തിൻ്റെ പ്രത്യേകതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് പരമാവധി ന്യായമായി ലഭിക്കാനുള്ളത് മുഴുവൻ കിട്ടത്തക്ക വിധത്തിലുള്ള തയ്യാറെടുപ്പും അതിനുവേണ്ടിയിട്ടുള്ള റെപ്രസെൻറ്റേഷനുമാണ് നമ്മൾ നൽകുന്നത്. അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലും എല്ലാ പ്രവർത്തനവും നടത്തിയിട്ടുള്ളത്. നാളെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മന്ത്രിമാരുമായി ധനകാര്യ കമ്മീഷൻ ചർച്ച നടത്തും. ഇതിനുശേഷം പഞ്ചായത്ത് നഗരസഭാ അധ്യക്ഷന്മാരുമായും വ്യാപാര വ്യവസായ പ്രതിനിധികളുമായും ചർച്ച നടത്തും.